വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. വെറും അരമണിക്കൂറിൽ തന്നെ 3ഉം 4ഉം തവണ കറന്റ് കട്ടുണ്ട്. അർദ്ധരാത്രിയിലെ ഇരുട്ടിൽ വിയർത്തൊലിക്കുകയാണ് നമ്മളെല്ലാവരും. ഇതിനെല്ലാം കാരണക്കാരൻ ഒരൊറ്റയാളാ. ആരാണയാൾ? നേരം ഒക്കെയാണ് കട്ട് വന്നത്. 7 മണിക്ക് പോയി കഴിഞ്ഞാൽ 8 മണിക്ക് വരും, 9 മണിക്ക് പോയി കഴിഞ്ഞാൽ 10 മണിക്ക് വരും, 10:30 പോയി കഴിഞ്ഞാൽ 11 മണിക്ക് വരും. ഇതൊക്കെയാണ് ഒരു ദിവസം 3 പ്രാവശ്യം. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാർ. ഇതുവരെയുള്ള ഗവൺമെന്റ് അങ്ങനെ പ്രശ്നമില്ല. 10 കൊല്ലമായിട്ട് ഒറ്റ ദിവസം കറണ്ട് പോയിട്ടില്ലല്ലോ. ഇപ്പൊ ഇവര് വന്നതിന്റെ ശേഷമാണ് പ്രശ്നമായത്. എന്നാ പിന്നെ അനുഭവിച്ചോട്ടാ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വരുവാണ്. ഇരുണ്ട കാലം തിരിച്ചു വരുവാണ്. ജനങ്ങൾ അനുഭവിക്കുന്നത്. ആദ്യത്തിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലും കടുപ്പുള്ള സമയത്തും കറണ്ട് കട്ട് ഉണ്ടായില്ലല്ലോ 10 വർഷമായിട്ട്. ഇപ്പൊ എന്താ കറണ്ട് പോണ് ഈ 2 മാസമായിട്ട്? അതിന്റെ കാരണം ഉണ്ടോ? ഇനി തുടർന്ന് വെച്ചാല് ഈ ഭരണം വിട്ട് പോവാന്നല്ലേ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഈ എഴുതിട്ടെടുക്കാൻ പറ്റുന്ന രോഗികൾ, കിടപ്പിലായ രോഗികളൊക്കെ വളരെ പ്രയാസമാണ്. മഴയില്ലാത്തതാണ് പവർ കട്ടിന് കാരണം എന്നാണ് മന്ത്രി പറയുന്നത്. അങ്ങനെ മന്ത്രി പറയുമ്പോ ശരിക്കും പറഞ്ഞു അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 10 വർഷം സർക്കാർ അത് തന്നെ പറയണ്ടേ. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുമായിരുന്നോ സാർ? 8 മണി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോവും, പിന്നെ ഒരു 10 മണിയാകുമ്പോൾ ഒരു പ്രാവശ്യം. പിന്നെ നമുക്ക് 1/2 മണിക്കൂർ ചിന്തിച്ച് നിൽക്കാം, അതിൽ കണക്കാക്കി നിൽക്കാം. ഇത് 3ഉം 4ഉം പ്രാവശ്യം പോകുമ്പോ പിന്നെ എന്താ ചെയ്യുന്നത്? അത് അരമണിക്കൂറല്ല, ഇത് അധികം പോയി. തന്റെ ഈ വിനയവും എളിമയും അത് തന്നെ ധാരാളം. കട്ട് എന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂറും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യമായിട്ട് കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്, അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം.